ആ വരവേ ഒരൊന്നൊന്നര സ്റ്റൈലായിരിക്കും കുട്ടാ. അക്രമം വരാത്ത പക്ഷം ഞാൻ സൈലന്റ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ജോമെട്രി ഡാഷ് എന്നൊരു ഗെയിമാണ്. അപ്പോൾ അവരായും തന്നെ പ്രൈവസി പോളിസിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നെറ്റ് ഉപയോഗിച്ച് കളിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ആഡ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് കളിച്ച് നോക്കാം. അത്യാവശ്യം സൂപ്പർ ഗെയിമാണ്. ഞാനത് മുമ്പേ കളിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ കളിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ PC കളിക്കാനാണ് നല്ല രസം. പക്ഷേ ഇപ്പം മൊബൈലിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ലൈറ്റാണ് കളിക്കുന്നത്. മറ്റേത് മേടിക്കാൻ നമ്മുടെ പൈസ ഇല്ല. അതുകൊണ്ട് ഇതാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒത്തിരി സ്കിന്നും ഫേസസും ഒക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കാം. കണ്ട ഗൈസ്, കുറേ സ്കിന്നും ഫേസും ഒക്കെ ഉണ്ട്. കുറേയൊക്കെ അൺലോക്ക് ആക്കണം നമുക്ക് കിട്ടും തന്നെ. നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കാം. കളേഴ്സൊന്നും അധികം നമുക്ക് കിട്ടിയിട്ടില്ല. ഉള്ള കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ മുമ്പേ കളിച്ചിട്ടുള്ളതിൻ്റെ അകത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കളറൊക്കെ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞുകൊണ്ട് ഇപ്പോൾ കിട്ടത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റീരിയോ മാഡ്നസ് എന്നുള്ള ഗെയിം കളിക്കാം. നമ്മൾ ചാടി ഇങ്ങനെ കളിക്കുന്നത് നമ്മൾ മുമ്പേ കളിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിങ്ങനെ കളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിമ്പിൾ എന്നൊരു ഇതാണ്. അതിന് മുമ്പേ 100% തീർത്തിട്ടുണ്ട്, 100%. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് ഗൈസ്. ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് എങ്കിലും എന്തോ ഒരു ഫാൾട്ട് ഉണ്ട് ഇതിന്. ഞാൻ 100% എത്ര നാൾ കുത്തിയിരുന്നിട്ടാണ് റിയലൈസ് ചെയ്തത്. കുറേ നാളിരുന്ന് കളിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ഗൈസ് ഇടയ്ക്ക് കളിക്കാൻ. അപ്പോൾ ഞാനിത് PC കളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ടെന്ന്. വണ്ടി ഞാൻ പിന്നെ കളിക്കാൻ പോയില്ല. അപ്പോൾ നമ്മൾ ചാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ടൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ ഞാൻ എൻ്റെ എന്താണെന്ന് അറിയത്തില്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പം ഇതിൻ്റെ അകത്ത് പാട്ടൊന്നും വന്നില്ല ഗൈസ്. സൗണ്ട് ഇല്ലായിരുന്നു. നമ്മുടെ അടുത്ത് ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് അറിയത്തില്ല, സൗണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോം എന്തോ ഒരു റോക്കറ്റ് പോലെ എന്തോ ഒരു സാധനത്തിൻ്റെ അകത്തിരുന്നാണ് ഗൈസ് ഇപ്പോൾ പോകുന്നത്. ആണ് മറ്റേ സാധനം തന്നെ ഗൈസ്, അല്ല ബോക്സ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ റോക്കറ്റിൻ്റെ അകത്തിരുന്ന് നമ്മളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുക, സ്പേസ് ഷട്ടിൽ പോലെ. അത്രേ ഉള്ളൂ ഗൈസ്. അടുത്തതായിട്ട് വീണ്ടും പഴയതുപോലെ ആയിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഈ ഭാഗത്തുമ്പോൾ സാധാരണ ഞാൻ എപ്പോഴും വീഴുന്നതാണ്. പക്ഷേ മുമ്പേ എന്തോ കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പറ്റുന്നുണ്ട് ഈ പ്രാവശ്യം. അതാണ് വീണ്ടും പോയി. ന്യൂ ബെസ്റ്റ് എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. വോയിസ് നമ്മൾ 5ാമത്തെ അറ്റംപ്റ്റ്. വീണ്ടും തുടക്കത്തിൽ തരുന്ന നമ്മളിങ്ങനെ തോറ്റു ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. നമ്മൾ വീണ്ടും കളിക്കുകയാണ് ഗൈസ്. വീണ്ടും തോറ്റുകൊണ്ടിരിക്കുന്നു. വീണ്ടും കളിക്കുന്നു. വീണ്ടും തോക്കുന്നു. വീണ്ടും കളിക്കുന്നു. വീണ്ടും തോക്കുന്നു. അങ്ങനെ തോറ്റ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലെവലിന് ഇത്രയും ഹാർഡാണ് ഗൈസ്. നിങ്ങളൊന്ന് കളിച്ച് നോക്കണം. അത് കാണുമ്പോൾ കുറേ സിമ്പിൾ, പക്ഷെ കളിച്ച് വരുമ്പോൾ നമുക്കൊരു ദേഷ്യം വരും ഗൈസ് ഇടയ്ക്ക് വെച്ച്. ഞാൻ പിന്നെ കുറേ നാൾ കളിച്ച് ദേഷ്യം വന്ന് ഞാൻ കളിക്കാതിരുന്നിട്ടുണ്ട്. പിന്നെ എന്നോ ഒരു ദിവസം ഞാനിതിൻ്റെ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ലെവലെത്തിയപ്പം പിന്നെ നടക്കത്തില്ല, അത് നടന്നില്ല. ഭയങ്കര പാടാണ് ഗൈസ് ചെയ്യാനത്. അപ്പോൾ ഗൈസ് നമ്മൾ ട്രെയിനിങ് പോലെ എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് റീസ്പോൺ ആവും. നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ തോറ്റു അവിടെ ഒരു ഡയമണ്ട് പോലത്തെ സാധനം കണ്ടോ ഗൈസ്, അതുണ്ട് അവിടെ ഇട്ട്. അപ്പോൾ ഞാൻ തോക്കുവാണെങ്കിൽ അവിടെ ആയിരിക്കും സ്പോൺ ആവുന്നത്. കണ്ട് ഇനിയിപ്പോൾ രണ്ടാമത് അവിടെ ആയിരിക്കും. അങ്ങനെ ഇവിടെ അതുപോലെ ഡയമണ്ട് പോലത്തെ സാധനം ഇടും. അപ്പോൾ അവിടെ ഞാൻ കണ്ട ഗൈസ്, ഞാൻ വീണ്ടും റീസ്പോൺ ആയി അവിടുന്ന്. അപ്പോൾ അവിടുന്ന് നമുക്കിങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ താഴെ കൊണ്ട് തോറ്റു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയെങ്കിലും ഈ കളി ഒന്ന് തീർക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരു 100% അങ്ങ് തീർത്തേക്കാം ഗൈസ്. ആദ്യം പ്രാക്ടീസിലെങ്ങാനും തീർക്കാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നേരവേ കളിക്കുക. നമ്മൾ കളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടം വരെ ഞാൻ ട്രെയിനിങ് ഇല്ലാതെ തന്നെ ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എന്താണെന്നറിയത്തില്ല, മുന്നോട്ട് നീങ്ങുന്നില്ല ഗൈസ്. എങ്ങനെയും നീക്കാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ നോർമലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കളിക്കാം ഗൈസ്. യെസ്, ഹാർഡക്കുന്നു. ആടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഇപ്പോൾ യെസ് നമ്മളിപ്പോൾ ആദ്യം മുതൽ വീണ്ടും കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ കളിച്ച് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ്ങിനാണ് ഗൈസ്, അതൊന്നുമില്ല, ഇതുവരെ തീർത്തില്ല. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ എന്തൊരു പൊട്ടനാണ്, ഇത്ര കളിച്ചിട്ടും തീർന്നില്ലേ എന്ന് വിചാരിക്കും. അതേ ഗൈസ്, ഞാൻ പൊട്ടനാണ്, ഞാൻ തന്നെ സമ്മതിക്കുന്നു. അതാണ്ട് ഗൈസ് വീണ്ടും പോയി. അത് കഴിഞ്ഞ് നമ്മൾ
അടുത്ത ഒരു സ്റ്റേജിലേക്ക് മാറിയിരിക്കുന്നു. ഇത് നിങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ ഇപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. ഇത് വീണ്ടും കണ്ട് നിങ്ങൾ തന്നെ മടുത്ത് കാണും. അതാണ് പറഞ്ഞത് ഗൈസ്. ഇപ്പോൾ കളിക്കുന്നത് എനിക്കെന്തുമായിരിക്കും, നിങ്ങൾ കണ്ട് മടുത്തെങ്കിൽ. അതാണ് ഗൈസ്, ഇത് മടുത്തു പോകും ഗൈസ്. പിന്നെ എനിക്കൊരു വാശി, ഈ ഒരു വീഡിയോയിൽ തീർക്കണം, ഇതിൻ്റെ ഒരു പ്രാക്ടീസ് എങ്കിലും തീർക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ എപ്പോഴേ വെച്ചിട്ട് പോയേനെ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കളിക്കുന്നത്. നമുക്കതുപോലെ തന്നെ 12 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു എഡിറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇട്ട് പവറാകാം ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ കളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സ്റ്റേജൊക്കെ എത്തിയിട്ടുണ്ട്. തീരാറായെന്ന് തോന്നുന്നു ഗൈസ്, ഏകദേശം അത്രയേ ഉള്ളൂ. അതാ കിടക്കും, വീണ്ടും പോയി ഗൈസ്. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ. പക്ഷെ ഒരിക്കലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല ഗൈസ്. വീണ്ടും നമ്മൾ തോറ്റു കൊടുക്കത്തില്ലെന്നും വലിയ കാര്യം പറഞ്ഞുകൊണ്ട് വന്നേ ഗൈസ്. ഇതാ കിടക്കുന്നു, വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മളിങ്ങനെ തോറ്റിരിക്കുകയാണ്. ആഡിൻ്റെ ഒരു പെരുമയാണ് ഗൈസ്. ഞാനൊരു ആഡ് കണ്ടിട്ട് ഒരു ഗിഫ്റ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒരു പെട്ടിയാണ് ഗൈസ്. നമ്മളത് ഒരു ആഡ് കണ്ടപ്പോൾ എന്താണ്ട് കിട്ടിയ ഫേസ് എന്താണ്ടാണ് ഗൈസ്, സ്കിന്നിൻ്റെ എന്താണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കളി അങ്ങോട്ട് റിസ്യൂം ചെയ്യാം. എനിക്കറിയത്തില്ലായിരുന്നു ഗൈസ്. മുമ്പേ ഞാനാണെങ്കിൽ ആദ്യം മുതൽ റീസ്റ്റാർട്ട് കൊടുത്തു ഗൈസ്. ശരിക്കും റീസ്റ്റാർട്ട് അല്ലായിരുന്നു, റീസ്റ്റാർട്ട് പോലത്തെ ആ ബട്ടണി ഞെക്കുമ്പോഴത്തേക്ക് ആദ്യം മുതൽ ആവുമായിരുന്നു. ഞാൻ പിന്നെ ബാക്ക് അടിച്ചിട്ട് ആദ്യം മുതൽ കളിച്ച്. അതാണ് ഗൈസ് ലേറ്റായത്. പിന്നെ ആദ്യം മുതൽ ഞാൻ തുടങ്ങിയില്ലായിരുന്നു ഇടയ്ക്ക് വെച്ച് ആഡ് കണ്ടിട്ട്. അതായിരുന്നു കുഴപ്പം. അപ്പോൾ നമ്മൾ ഒരു സ്കിന്ന് പോലത്തെ സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലൊരു ആടാണ് ഗൈസ്. ആടിൻ്റെ ഒരു ചവറുകൊട്ട പോലെ ഇരിക്കുകയാണ് സാധനം. അത്ര വലുതായിട്ട് ആടില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട് ആട്. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. നമ്മുടെ ഈ ഒരു റൗണ്ട് മൊത്തത്തിൽ നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രാക്ടീസ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നോർമൽ മോഡ് നമുക്ക് 100% ആക്കണം. അത് അടുത്ത വീഡിയോ ഞാൻ ആക്കുന്നതായിരിക്കും. ആക്കാൻ വേണ്ടിയാണ് അടുത്ത വീഡിയോ ഞാൻ എടുക്കും. കുറേ ഉണ്ട് ഗൈസിൻ്റെ അകത്ത്, കുറേ റൗണ്ട് ഉണ്ട്. പക്ഷേ നമുക്ക് ആദ്യം ഇത് തീർക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം. രണ്ടാമത്തേക്ക് ഭയങ്കര പാടാണ് ഗൈസ്. ഇത് ഞാൻ തീർത്തിട്ടുണ്ട് ഒന്നാമത്. ഇത് മൊത്തം ഞാൻ തീർക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.